Hi friends, welcome to Rupee Tech. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തുടരെ ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ നോക്കി അത് സെറ്റായി വരുമ്പോഴേക്കും അടുത്ത ഫോൺ, അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അടുത്ത ഫോൺ, ഇങ്ങനെ തുടരെ ഫോണുകൾ ഇറങ്ങി നമ്മളൊക്കെ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ഈ കൺഫ്യൂഷൻ്റെ ക്ലാരിറ്റി കിട്ടാൻ സമയമായോ? ആയിട്ടൊന്നുമില്ല. അടുത്തൊരു ഫോൺ വരുന്ന ഇതും വീണ്ടും കൺഫ്യൂഷൻ തന്നെയാണ്. ഈ കൺഫ്യൂഷൻ പക്ഷേ കുറച്ച് ബെറ്റർ സൈഡിലാണ്. നോക്കിയ 8.1 27,000 രൂപയാണ്. സ്നാപ്ഡ്രാഗൺ 710 ഒക്കെ വെച്ചുകൊണ്ട് വന്ന നല്ലൊരു ഫോണാണ്. ആ ഫോണിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതായിരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കാണ്, അവിടെ അതിൻ്റെ വീഡിയോ ഉണ്ട്. വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഒപ്പം തന്നെ അവിടെ പോയി കഴിയുമ്പോൾ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നോക്കിയ 8.1 27,000 രൂപയായിരുന്നു. സ്നാപ്ഡ്രാഗൺ 710 എന്ന് പറയുന്ന മിഡ് റേഞ്ചിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു പ്രൊസറാണ്. ആ ഒരു പ്രൊസർ വെച്ച് കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ ബെറ്ററായ പ്രൈസിങ്ങിലേക്കും പോയത്, 27,000 രൂപയിലേക്ക് പോയത്. പക്ഷേ അതേ പ്രൊസർ വെച്ചുകൊണ്ട് അതിനേക്കാൾ ബെറ്ററായ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ, കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ചധികം തന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഫോൺ വന്നിരിക്കുകയാണ്. വിത്ത് ട്രിപ്പിൾ ക്യാമറ, വാട്ടർ ഡ്രോപ്പ് നോച്ച്, ഗ്ലാസ് ഡിസൈനൊക്കെ ആയിട്ട് സ്റ്റൈലിഷ് ആയ ഒരു ഫോൺ. ആ ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. Lenovo Z5s 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇതിൽ വരുന്നത്. നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ 92.6% എന്ന് പറയുന്ന ബെറ്റർ ആയൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് തരുന്നുണ്ട്. റൈറ്റ് സൈഡ് ഗ്ലാസ് ഡിസൈനാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റൈറ്റ് സൈഡിൽ കാണാം. ഫ്രണ്ട് സൈഡിൽ നോച്ചിനകത്തൊരു സെൽഫി ക്യാമറ. നല്ലൊരു ഡിസൈൻ നമുക്കിവിടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രൈസ് ഞാൻ പറയുമ്പോഴാണ് അതിൻ്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 710 ആണ് വെച്ചിരിക്കുന്നത്. 2.2 GHz ക്ലോക്ക് സ്പീഡിൽ 4GB RAM 64GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. കൂടുതലൊന്നും 710 പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു. 10nm ടെക്നോളജിക്കായിട്ട് വരുന്ന മിഡ് റേഞ്ചിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ സൈഡിൽ നിൽക്കുന്ന ഒരു പ്രൊസറാണ് സ്നാപ്ഡ്രാഗൺ 710. അപ്പോൾ ആ ഒരു പ്രൊസർ വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, 4GB RAM 64GB സ്റ്റോറേജൊക്കെ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊന്നും ഇല്ല ഇതിനകത്ത്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫോണുണ്ട്. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 16 MP f1.8 ആപ്പിച്ചറുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. സെക്കൻഡറി ക്യാമറ 8 MP ആണ് വരുന്നത്, അത് f2.4 ആപ്പിച്ചറിൽ. മൂന്നാമതൊരു ക്യാമറ കൂടിയുണ്ട് 5 MP f2.4 ആപ്പിച്ചർ. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഫ്രണ്ട് സൈഡിൽ 16 MP സെൽഫി ക്യാമറയുണ്ട്. ഒപ്റ്റിക്കൽ സൂം, 2x ഒപ്റ്റിക്കൽ സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ സൂം അല്ല, ഒപ്റ്റിക്കൽ സൂം. ബെറ്ററായ സൂമിംഗ് ക്വാളിറ്റിയാണത്, അത് ഓർമ്മ വേണം. ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പാണിത്. 4K പോലുള്ള ഫീച്ചറുകളും വരുന്നുണ്ട്. നല്ലൊരു തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് എന്ന് പറയാം. വലിയൊരു ബാറ്ററി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇപ്പോൾ ഒരു റേഞ്ച് നോക്കിയാൽ 3500, 750, 4000 mAh വരെ വരുന്ന ഒരു ബാറ്ററികളാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 3300 mAh ബാറ്ററിയുള്ള സ്വല്പം കുറവാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C പോർട്ട് ഉണ്ട്. C പോർട്ട് എന്ന് പറയുന്നത് ഹെഡ്ഫോൺ ജാക്ക് പോയെന്ന് വിചാരിക്കേണ്ട, ഹെഡ്ഫോൺ ജാക്ക് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, തരക്കേടില്ലാത്തൊരു ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫോണിനുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ഡിസൈൻ, നല്ലൊരു ക്യാമറ സെറ്റപ്പ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ബാറ്ററി. ഇതൊരു നല്ല കോമ്പറ്റീഷൻ ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നോക്കിയ 8.1 നോക്കിയാൽ 710 വെച്ചുകൊണ്ട് ആ ഫോണിൻ്റെ പ്രൈസിങ് വരുന്നത് 27,000 രൂപയാണ്. ട്രിപ്പിൾ ക്യാമറ ഉള്ള ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ 23,000 രൂപ റേഞ്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഈ ഫോണിൻ്റെ പ്രൈസിങ് എത്രയായിരിക്കും? ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഫോണിനെ പറ്റി കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. ഈ ഡൗട്ടുകളെല്ലാം പ്രോഡക്റ്റ് ഇന്ത്യയിൽ വന്നതിന് ശേഷം, റിയൽ ലൈഫിൽ നോക്കിയതിന് ശേഷം ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അത് ഫേസ്ബുക്ക് പേജിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിനെ പറ്റി വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ Lenovo Z5s എന്ന് പറയുന്ന ഈ ഫോൺ ഇന്ത്യയിലേക്ക് ഇപ്പോഴെത്തിയിട്ടുള്ള, അടുത്ത് തന്നെ എത്തും, ജനുവരിയിലേക്ക് എത്തുമെന്നൊക്കെയാണ് കേൾക്കുന്നതെങ്കിലും കറക്റ്റായ ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ലൈക്ക് ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.